എൻ്റെ പേര് ഫാദർ തോമസ് പൂവമ്പുഴ. താബോർ പള്ളി വികാരിച്ചനായിട്ട് സേവനം ചെയ്യുകയാണ്. ഷിൻസിൻ്റെ ബാച്ചുകാരനും കൂടെയാണ്. ഷിൻസിൻ്റെ വേർപാട് ബാച്ചുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമാണ്. ഷിൻസ് മരിച്ചു എന്ന് വിശ്വസിക്കാനായിട്ട് ഞങ്ങൾക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല. കാരണം ഞങ്ങളുടെ ബാച്ചിൽ എപ്പോഴും പുഞ്ചിരിയോടെ എല്ലാവരെയും സമീപിക്കുകയും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യുന്ന നല്ലൊരു അച്ഛനാണ്. യുവജനങ്ങളുടെ ഡയറക്ടറായിട്ട് കാസർഗോഡ് റീജിയണിൽ അദ്ദേഹം പ്രവർത്തിച്ചു വരികയായിരുന്നു. യുവജനങ്ങൾക്ക് എപ്പോഴും ഇഷ്ടമാണ്. കാരണം ഷിൻസിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിൻസ് ഒരു മനുഷ്യനോടും ദേഷ്യപ്പെടുന്നതായിട്ട് കണ്ടിട്ടില്ല. എപ്പോഴും സ്നേഹത്തോടെ എല്ലാവരെയും സമീപിക്കും. എല്ലാവരോടും നമ്മളിത് എത്ര ദേഷ്യപ്പെട്ടാലും ചിരിക്കുന്ന മുഖവുമായിട്ട് അവൻ കടന്നു വരികയുള്ളൂ. ഷിൻസിൻ്റെ ഈ വേർപാട് എനിക്ക് പോലും വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ സ്വർഗത്തിൽ ഷിൻസ് എനിക്കും എൻ്റെ ബാച്ചുകാർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട് എന്നതിൽ വിശ്വസിക്കാനാണ് എനിക്ക് ആഗ്രഹവും. ഞാനും ഷിൻസും തമ്മിൽ റീജൻസി കാലം മുതൽ ആത്മീയ മിത്രങ്ങളായിരുന്നു. ഷിൻസ് ബിഷപ്പ് ഹൗസിൽ റീജൻ്റായിരിക്കുമ്പോൾ ഞാൻ വലിയമരം പിതാവിൻ്റെ റീജൻ്റായിട്ട് അവിടെ സേവനം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പലപ്പോഴും പുറത്തു പോവുകയും സിനിമയ്ക്കാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഷിൻസുമായിട്ടൊരു അടുത്ത ആത്മീയ സൗഹൃദം ഉണ്ടായിരുന്നു. അവന് എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ എന്നോട് പറയുകയും എനിക്കെന്തെങ്കിലും വിഷമങ്ങൾ പറയുമ്പോൾ അത് അവൻ ആത്മാർത്ഥമായിട്ട് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയുണ്ട്. റീജൻസി കാലങ്ങളിൽ അവൻ എനിക്ക് നൽകിയ സ്നേഹമൊക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള പൗരോഹിത്യത്തിൽ ഒരു വലിയ മുതൽക്കൂട്ടം എന്ന് പറയുക. ഷിൻസ് മരിച്ചു എന്ന് കേട്ടതിൽ എനിക്ക് വളരെ സങ്കടമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നൊരു ചിന്ത, എനിക്ക് മുമ്പേ അവൻ യാത്രയായല്ലോ എന്നുള്ള ഒരു ചിന്തയാണ്. ഷിൻസിൻ്റെ ചാച്ചൻ്റെ വേർപാട് അവനെ ഏറെ ദുഃഖത്തിൽ ആഴ്ത്തിയിട്ടുണ്ട്. പക്ഷേ അവൻ്റെ അമ്മയുടെ ആ വലിയ സ്നേഹവും കരുതലും ഒക്കെയാണ് അവനെ മുന്നോട്ട് പൗരോഹിത്യത്തിൽ ശക്തനാക്കിയിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുക. ഇപ്പോഴും ഷിൻസ് മരിച്ചു എന്നത് അമ്മയ്ക്ക് മനസ്സിലാവും. പക്ഷേ അമ്മ അതിനെ ഉൾക്കൊണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുക. പക്ഷേ ഇനി നാളെ ഷിൻസിൻ്റെ മൃതശരീരം ഇവിടെ കൊണ്ടുവരുമ്പോൾ എപ്രകാരമായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് വലിയ തീർച്ചയില്ല.